നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞുവെക്കാനുള്ള ഗവർണറുടെ അധികാരത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് സുപ്രീം കോടതി. നിയമത്തിന്റെ ഇത്തരം വ്യാഖ്യാനത്തിൽ ആശങ്കയുണ്ടെന്ന് കോടതി പറഞ്ഞു. രാഷ്ട്രപതിയുടെ റഫറൻസിന്മേലുള്ള വാദത്തിനിടെയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ആർ അച്യുതൻ വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, എന്തൊക്കെ വാദമുഖങ്ങളാണ് ഇന്ന് കോടതിയിൽ ഉയർന്നത്? എന്തൊക്കെ നിരീക്ഷണങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി? അച്യുതൻ. ഉന്മേഷ്, രാഷ്ട്രപതി റഫറൻസിൽ ഇന്നും ഈ റഫറൻസിനെ അനുകൂലിക്കുന്നവരുടെ വാദമാണ് നടക്കുന്നത്. അത് ഇന്നത്തോടുകൂടി പൂർത്തിയാകും. അതിനുശേഷമായിരിക്കും റഫറൻസിനെ എതിർക്കുന്നവരുടെ വാദം ഉണ്ടാവുക. എന്തായാലും ഈ അനുകൂലിക്കുന്നവരുടെ വാദം പൊതുവെ ഈ ബില്ലുകൾ തടഞ്ഞു വെക്കാനുള്ള ഗവർണറുടെ അധികാരം സംബന്ധിച്ചാണ്. അത് കേന്ദ്രവും പറയുന്നത് ഗവർണർക്ക് അത്തരമൊരു അധികാരമുണ്ട്, ഭരണഘടന അത്തരം നിർവചനങ്ങൾ നൽകുന്നുണ്ട് എന്നതാണ്. പക്ഷേ തുടക്കത്തിൽ തന്നെ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയ കാര്യം, ഈ ബില്ലുകൾ തടഞ്ഞു വയ്ക്കുന്നതിലൂടെ അത് നിയമസഭയുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കും എന്നൊരു നിരീക്ഷണം സുപ്രീം കോടതി കഴിഞ്ഞ ദിവസവും നടത്തിയിരുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ബില്ലുകൾ തടഞ്ഞു വയ്ക്കുന്നതിൽ ഒരു ആശങ്ക സുപ്രീം കോടതി പ്രകടിപ്പിക്കുന്നുണ്ട്. നിയമത്തിൻ്റെ ഇത്തരം വ്യാഖ്യാനത്തിലാണ് ആ ഒരു ആശങ്ക അറിയിക്കുന്നത്. ഈ ബില്ലുകൾ തടഞ്ഞു വയ്ക്കാമെങ്കിൽ അത് മണി ബിൽ ഉൾപ്പെടെയുള്ളവ തടഞ്ഞു വയ്ക്കാനാകും. ഈ സാഹചര്യം കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നാണ് ഭരണഘടനാ ബെഞ്ച് ഇപ്പോൾ ഈ വാദത്തിനിടയിൽ നിരീക്ഷിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ വ്യക്തമാക്കിയൊരു കാര്യം, ഈ ബില്ലുകൾ തടഞ്ഞു വയ്ക്കുന്നതിലൂടെ അത് ഈ പല പ്രവർത്തനങ്ങളെ, നിയമസഭയുടെ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ബാധിക്കും. ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ച സർക്കാരിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്ന് സുപ്രീം കോടതി ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ പല ഘട്ടങ്ങളിൽ, അതായത് ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും വിവേചന അധികാരം, ഒപ്പം ഗവർണർക്ക് ബില്ലുകൾ തടഞ്ഞു വയ്ക്കാൻ അധികാരമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ ഈ വാദം കേന്ദ്രീകരിക്കുന്നത്. അതിലാണിപ്പോൾ ഈ ഒരു ആശങ്ക സുപ്രീം കോടതി പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഉന്മേഷ്. ശരി, സുപ്രധാന നിരീക്ഷണങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. വാദം സുപ്രീം കോടതിയിൽ ഇപ്പോഴും തുടരുകയാണ്. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.